ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ക്രിയായോഗയുടെ ഭാഗമായ ഒരു വിദ്യയെക്കുറിച്ചാണ്. ആ ഒരു വിദ്യ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ വിദ്യ അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ജീവിതത്തിലെ എല്ലാ പ്രതികൂലതകളെയും നിഷ്പ്രയാസം മാറിത്തുടങ്ങും. ആ നിമിഷം മുതൽ ഞാൻ ക്രിയായോഗ സ്വീകരിക്കുന്നത് 12 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. ആ ക്രിയായോഗയിലേക്ക് വന്ന പിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആത്മീയമായ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു പരിവർത്തനമാണ്. 1000-ലേറെ വീഡിയോയിലായി എത്രയോ രഹസ്യ വിദ്യകൾ, എത്രയോ ആത്മീയ കാര്യങ്ങൾ, അതെല്ലാം ആ ഒരു തുടക്കം അവിടെ നിന്നാണ്. ക്രിയായോഗയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു തരുന്നത്. അത് വിധിയാവണ്ണം ഒരു ഗുരുവിന്റെ അടുത്തുനിന്ന് സ്വീകരിക്കേണ്ട കാര്യമാണ്. അതിന്റെ ഭാഗമായ ക്രിയായോഗയ്ക്ക് മുമ്പ് ചെയ്യുന്ന ഒരു 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 രഹസ്യ ഒരു വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. ക്രിയായോഗയുടെ തന്നെ ഭാഗമായ, ക്രിയായോഗയ്ക്ക് മുമ്പ് ചെയ്യുന്ന ക്രിയായോഗയുടെ തന്നെ ഭാഗമായ ഒരു വിദ്യയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഈ വിദ്യ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതം ഇത് ശരിയായിട്ട് ചെയ്താൽ ആ നിമിഷം മുതൽ മാറാൻ തുടങ്ങും. നിങ്ങളുടെ കർമാസ് ന്യൂട്രലൈസ് ആകും, കർമാസ് നിർവീര്യമാകും. നിങ്ങളുടെ മുൻജന്മ പാപങ്ങൾ മാറും. നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും. നിങ്ങൾ ഇന്ദ്രിയ അതീതമായ ഒരു ബോധം അല്ലെ ഈശ്വരാനുഭവം ഒക്കെ ഉണ്ടായി വരുന്ന ഒരു സൂക്ഷ്മ വിദ്യയെക്കുറിച്ചാണ് ആ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ക്രിയായോഗയുടെ തന്നെ ഭാഗമായ ആ വിദ്യ, ക്രിയായോഗയല്ല, ക്രിയായോഗയുടെ ഭാഗമായി തന്നെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് അറിയാൻ പറ്റുന്നത്, ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം. അതിന് ഗുരുക്കന്മാരോട് നന്ദി പറയുക. എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകണം, എല്ലാവരും ഈശ്വരനെ അറിയണം, എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണം, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകണം. ആ ഒരൊറ്റ ചിന്തയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എനിക്ക് വേറെ ഒരു ചിന്തയുമില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയിലാണ് ഈശ്വര ഗുരുക്കന്മാരെ എന്നാലാവുന്ന നല്ല കാര്യങ്ങൾ എല്ലാവരും ഈശ്വരനെ അറിയുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം മാറുന്നതിന് വേണ്ടി, ആ നന്മയിലേക്ക് ഈശ്വരീയതയിലേക്ക് വരുന്നതിന് വേണ്ടി, അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഈശ്വരാനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഗുരുക്കന്മാരുടെ പാദങ്ങൾ നമിക്കുന്നു, അതോടൊപ്പം സർവേശ്വരനെയും നമിക്കുന്നു. ഇതിന്റെ ക്രിയായോഗ സാധാരണ ജനങ്ങൾക്ക് നൽകിയ മഹാഗുരു, ആദ്യം എനിക്ക് ക്രിയായോഗ നൽകിയ എൻ്റെ ഗുരുനാഥൻ സ്വാമി വിദ്യാനന്ദഗിരിയെ പാദങ്ങൾ സ്മരിക്കുന്നു. മഹാഗുരു ക്രിയായോഗയുടെ മഹാഗുരുവായ ക്രിയായോഗ സാധാരണ ജനങ്ങൾക്ക് നൽകി തുടങ്ങിയത് മഹാഗുരുവായ ക്രിയാ ബാബാജി ആണ്. അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ക്രിയാ ബാബാജി ലാഹരി മഹാശയനാണ്. യുക്തേശ്വര ഗുരിക്കല്ല, ക്രിയാ ബാബാജിയിൽ നിന്നും ലാഹരി മഹാശയനാണ് ഈ വിദ്യ ലഭിച്ചത്. അദ്ദേഹത്തെ സ്മരിക്കുന്നു. ലാഹരി മഹാശയനിൽ നിന്നും ഈ വിദ്യ കിട്ടുന്നത് യുക്തേശ്വരഗിരിക്കാണ്. മഹാഗുരു അദ്ദേഹത്തെ സ്മരിക്കുന്നു. യുക്തേശ്വരഗിരിയിൽ നിന്നും ഈ വിദ്യ കിട്ടുന്നത് യോഗാനന്ദ പരമഹംസനാണ്. അദ്ദേഹത്തിലൂടെയാണ് ഇത് സാധാരണ ജനങ്ങളിലേക്ക് ധാരാളമായി എത്തിയത്. അപ്പം അദ്ദേഹത്തിന്റെയും പാദങ്ങൾ സ്മരിക്കുന്നു, ഗുരു പരമ്പരയെ നമിക്കുന്നു. ഇനി ക്രിയായോഗ ശിവനിൽ നിന്ന് വന്ന വിദ്യയാണ്. ശിവനാണ് ഈ വിദ്യ അഗസ്ത്യർക്ക് കൊടുക്കുന്നത്. ശിവൻ പാർവതിക്ക് കൊടുത്തു, അതുപോലെ ശിവനെ നിന്ന് അഗസ്ത്യർക്ക് കിട്ടി. അഗസ്ത്യരിൽ നിന്നാണ് ക്രിയാ ബാബാജിക്ക് ഈ വിദ്യ കിട്ടുന്നത്. അപ്പം ആ ദേവാദിദേവനായ മഹാദേവനായ ഇതിന്റെ ഉത്ഭവം, ആരിൽ നിന്നാണ് ഉത്ഭവിച്ച് ആ ശിവനെയും വന്ദിക്കുന്നു, പാർവതി ദേവിയെ വന്ദിക്കുന്നു, അതുപോലെ തന്നെ അഗസ്ത്യരെയും വന്ദിക്കുന്നു. ഈ വിദ്യയിലൂടെയാണ് അഗസ്ത്യര് ഇപ്പോഴും സൂക്ഷ്മാവസ്ഥയിൽ കഴിയുന്നത് എന്നാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പോഴും ആ അഗസ്ത്യരൊക്കെ ലൈവായിട്ട് നിൽക്കുന്നത്, അതായത് സൂക്ഷ്മാവസ്ഥയിൽ സൂക്ഷ്മ സ്വരൂപികളായി നിലകൊള്ളുന്ന ഇത്തരം വിദ്യകളിലൂടെയൊക്കെയാണ് എന്നുള്ളതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത്.
അപ്പോൾ ആ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ആ വിദ്യ പറഞ്ഞുതരാം. ഇനി ഈ വിദ്യയുടെ രഹസ്യം പറഞ്ഞുതരാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഒരു ശ്രേഷ്ഠമായ ഒരു ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഈശ്വര പ്രാർത്ഥനയോടെ പറഞ്ഞു തരികയാണ്. ഈ വീഡിയോ ഇത് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ വർക്കിൻ്റെ കാര്യമോ ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ കാര്യമോ എൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. കാരണം ഇത് കാണുന്നവർ കാണട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ, അറിയുന്നവർ അറിയട്ടെ. അത് ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് സാധിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ എൻ്റെതായ ഒരു കാര്യവും പറയുന്നില്ല. ഞാൻ ആ ഗുരുക്കന്മാരെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ഇതാണ് ഗുരുക്കന്മാരുടെ ഫോട്ടോ. ഇതാണ് ക്രിയാ ബാബാജി. ഈ ക്രിയാ ബാബാജിയാണ് അഗസ്ത്യരിൽ നിന്നും ഈ ശിവനിൽ നിന്നും അഗസ്ത്യർക്ക് ക്രിയായോഗ കിട്ടി. ക്രിയായോഗം എന്ന് പറഞ്ഞാൽ ശ്വസന പദ്ധതിയാണ്, ഒരു ശ്വസന രീതിയാണ്. അപ്പൊ അഗസ്ത്യരിൽ നിന്നും ശിവനിൽ നിന്ന് ക്രിയായോഗ അഗസ്ത്യർക്ക് കിട്ടി. ആ അഗസ്ത്യരിൽ നിന്നും ക്രിയാ ബാബാജിക്ക്, ഇദ്ദേഹമാണ് ബാബാജി മഹാഗുരു, ക്രിയാ ബാബാജിക്ക് കിട്ടി. ഈ ക്രിയാ ബാബാജിയിൽ നിന്നും ഇത് ലാഹരി മഹാശയൻ ഇദ്ദേഹത്തിന് കിട്ടി. ലാഹരി മഹാശയനിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് യുക്തേശ്വരഗിരി. യുക്തേശ്വരഗിരിക്ക് കിട്ടി. യുക്തേശ്വരഗിരിയിൽ നിന്നുമാണ് യോഗാനന്ദ പരമഹംസർക്ക് കിട്ടുന്നത്. അപ്പൊ ഈ യോഗാനന്ദ പരമഹംസരാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി, ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അത് DC ബുക്സിൽ നിന്നാണ് ഞാൻ മേടിച്ച് വായിച്ചത്. DC ബുക്സിൽ നിന്നാണ്. മലയാളത്തിലുണ്ട് ഒരു യോഗിയുടെ ആത്മകഥ. അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൽ കൂടിയാണ് സാധാരണ ജനങ്ങളിലേക്ക് ഈ എത്രയോ 1000 വർഷങ്ങളാൽ ആരും അറിയാതിരുന്ന, ഹിമാലയത്തിലെ യോഗിമാർക്ക് മാത്രം അറിയാവുന്ന, സാക്ഷാൽ ശിവൻ ഉപയോഗിച്ചിരുന്ന ഈ ക്രിയായോഗ എന്ന ഈ യോഗവിദ്യയിലൂടെയാണ് അഗസ്ത്യരും ഒക്കെ ആ ഒരു സൂക്ഷ്മാവസ്ഥയിൽ, ജനിമൃതികളില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു യോഗവിദ്യ കിട്ടിയത്. പക്ഷെ അങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വർഷത്തെ തപസ്സും അങ്ങനെയുള്ള അഭ്യാസങ്ങളും ഒക്കെ വേണ്ടി വരും. നമ്മൾ സാധാരണക്കാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചെയ്യാവുന്ന രീതിയിൽ ക്രിയായോഗ ചെയ്താൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ചക്രാസ് ശുദ്ധമാകും, നമ്മുടെ കർമാസ് ന്യൂട്രലൈസ് ചെയ്യും. നമ്മൾ പിന്നെയും നമുക്ക് ചിലപ്പം ജന്മാനുജന്മങ്ങളിലൂടെ ഈശ്വരനെ അറിയാനുള്ള ഒരു അവസരം കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതാണ്. കാരണം ഈ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ ഒരു ശ്വസന രീതിയാണ്. ക്രിയാകുണ്ടലിനി പ്രാണായാമം, ഇതൊരു പ്രാണായാമമാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു സൈക്കിളിൽ പോകുന്നു, ആ സൈക്കിളിൽ പോകുന്നതും റോക്കറ്റ്, ഇപ്പോൾ ഒരു സാധാരണ ഒരു വിദ്യ, ഒരു സൈക്കിളിൽ പോകുന്ന പോലുള്ള ഒരു വിദ്യ ആണെങ്കിൽ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ റോക്കറ്റിൽ പോകുന്ന പോലുള്ള വിദ്യ. അത്ര അന്തരമുണ്ട്, അത്ര പെട്ടെന്നാണ് ആത്മീയ പുരോഗതി ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ മുഖത്തൊരു ചൈതന്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ വിദ്യയുടെ ഫലമല്ല, അത് എൻ്റെ കഴിവൊന്നുമല്ല. അല്ലെ എൻ്റെ മുഖത്തല്ലേ എൻ്റെ കണ്ണുകളിൽ നിങ്ങൾക്കൊരു ചൈതന്യം അല്ലെ ഒരു ഊർജം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന ഊർജം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ക്രിയായോഗം തന്നെയാണ്, വേറെ ഒന്നുമല്ല എൻ്റെ അകത്തെ കാര്യം. അപ്പം ഇത് ശിവനിൽ നിന്ന് വന്ന വിദ്യയാണ്. ഞാൻ 12 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നത്. അപ്പം ക്രിയായോഗ എന്ന് പറഞ്ഞാൽ അത് ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം. ഇന്ന് ഒരുപാട് ആളുകൾ ക്രിയായോഗ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നല്ലതും ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്രിയായോഗ എന്ന് പറയുന്നത് സാധാരണ പ്രാണായാമം കാണിച്ചിട്ടാണ്. അങ്ങനെയുള്ളവരും ഉണ്ട്, ശരിക്കുമുള്ള ക്രിയായോഗ കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്തുക. ഞാനായാലും ക്രിയായോഗയായിട്ട് ഇപ്പം പഠിപ്പിക്കുന്നില്ല. ക്രിയായോഗയുടെ ഭാഗമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അത് തന്നെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പം ഇനി ക്രിയായോഗയിലേക്ക് വരാം. ക്രിയായോഗയിലേക്കല്ല വരുന്നത്. ക്രിയായോഗയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ വിദ്യ അത് ഗുരുവിൽ നിന്ന് തന്നെ അഭ്യസിക്കേണ്ടതാണ്. ക്രിയായോഗയുടെ ഭാഗമായ ഒരു വിദ്യയിലേക്ക് വരാം. അപ്പോൾ ആ വിദ്യ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം, നിങ്ങളുടെ ആത്മീയമായ ഉന്നതി, ലൗകികമായ ഉന്നതി, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചകളെ, ഐശ്വര്യം, സമ്പത്ത്, അതുപോലെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങൾ മാറുക,
എല്ലാ തടസ്സങ്ങളെയും ജീവിതത്തിലെ എല്ലാ ബ്ലോക്കുകളെയും ഇല്ലാതാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേ ഞാൻ ക്രിയായോഗയുടെ ഭാഗമായ വിദ്യ പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ കാര്യം, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടാണ് വിദ്യ പറയാം. എന്നാലേ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. ചക്രാസ് നമ്മുടെ ശരീരത്തിൽ നട്ടലിൽ ചക്രാസ് ഉണ്ട്. ചക്രാസ് എന്ന് പറഞ്ഞാൽ ഊർജ കേന്ദ്രങ്ങളാണ്. അതിനെയാണ് ചക്രാസ് എന്ന് പറഞ്ഞത്. ഈ ചക്രാസിലാണ് നമ്മളുടെ മുൻജന്മ കർമ്മദോഷങ്ങളും നമ്മളുടെ ഒക്കെ ഈ ചക്രാസിലാണ് കുടികൊള്ളുന്നത്, നമ്മുടെ വാസനകളും ഒക്കെ. അപ്പൊ ഈ ചക്രാസിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആത്മീയമായ ഉന്നതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാതെ നമ്മൾ എന്തു ചെയ്താലും അതൊക്കെ ഒരു 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 പ്രയോജനമാണെങ്കിൽ നമ്മുടെ ചക്രാസിൽ ആ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. അതായത് പ്രാണൻ, നമ്മുടെ വായു എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക, മുകളിലും താഴോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം, അത് വായു മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്വാസത്തിൽ പ്രാണനുണ്ട് എന്ന് വെച്ചാൽ ശ്വാസം മുഴുവൻ പ്രാണനല്ല. ശ്വാസത്തിലുള്ള ചൈതന്യം, നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിലെ ഊർജം എന്ന പോലെ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിലെ ഊർജ്ജം ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിലോട്ട് കളയുന്നു എന്ന് പറഞ്ഞ പോലെ ശ്വസിക്കുമ്പോൾ ശ്വാസത്തിലെ ചൈതന്യമായ പ്രാണൻ സ്വീകരിച്ചിട്ട് ബാക്കി വെളിയിലോട്ട് പോകുന്നു. അപ്പൊ ഈ ശ്വാസത്തിലുള്ള ആ ചൈതന്യമാണ് പ്രാണൻ. ആ ശ്വാസം ചലിക്കുന്നതോടൊപ്പം പ്രാണനും അപ്സ് ആൻഡ് ഡൗൺസ്, മുകളിലോട്ടും താഴേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാണനെ ഊർധഗതിയിൽ മുകളിലേക്ക് ശ്രദ്ധ കൊണ്ട് കൊണ്ടുപോയി മുകളിലെ ചില ചക്രാസ് എന്ന് പറഞ്ഞാൽ ആജ്ഞാ ചക്രാസ്, ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇങ്ങനെ ഇവിടുന്ന് ഒരു വര വരച്ചാലും 4 കൂടുന്ന ഒരു ജംഗ്ഷനിലാണ് ആജ്ഞ. അപ്പൊ ആജ്ഞാ ചക്രാസിലാണ് എന്നൊക്കെയാണ്. ശരിക്കും ആജ്ഞാ ചക്രാസിലല്ല, ഒറിജിനൽ ക്രിയ എന്ന് പറഞ്ഞാൽ ആജ്ഞാ ചക്രാസിലല്ല. അവിടുന്ന് വേറെ ഒരു ഊർജ കേന്ദ്രമുണ്ട്, അവിടെയാണ് ഒറിജിനൽ ക്രിയ. അതിൽ ആ പ്രാണനെ ഒരു പ്രത്യേക ശാസ്ത്ര പദ്ധതിയിലൂടെ ഊർജഗതിയിലേക്ക് കൊണ്ടുപോയി പ്രാണനെ അവിടെ കേന്ദ്രീകരിക്കുന്നതാണ് ഈ ഒരു വിദ്യ. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വിദ്യയല്ല, ക്രിയായോഗ ഇവിടെ ഒരു സാമാന്യ വിവരണമാണ് തരുന്നത് ക്രിയായോഗയുടെ. അപ്പോൾ പ്രാണൻ ഊർജഗതിയിൽ മുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആണ് നമുക്ക് ആത്മീയമായ ഉന്നതി ഉണ്ടാകുന്നത്. നമ്മുടെ താഴത്തെ ചക്രാസിൽ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, താഴത്തെ ചക്രങ്ങളിൽ, നട്ടലിന്റെ തന്നെ താഴ്ഭാഗത്തെ ചക്രങ്ങളിലൊക്കെ നമ്മുടെ മുൻജന്മ കർമ്മവാസനകൾ, നമ്മളിലുള്ള മൃഗീയമായ, നമ്മൾ മനുഷ്യനാണെ പോലും നമ്മളൊരു ജീവിയാണ്, നമ്മളിലും ഉണ്ട് ഒരു 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 മൃഗീയമായ വാസനകൾ, മുൻജന്മ കർമ്മവാസനകൾ, ഇങ്ങനെയുള്ള ദേഷ്യം, അസൂയ, കുശുമ്പ്, ഇങ്ങനെ തുടങ്ങിയ വികാരങ്ങൾ, ഇതൊക്കെ താഴത്തെ ചക്രാസിലാണ് കൂടുതലും. അപ്പൊ അത് പ്യൂരിഫൈ ചെയ്ത് മുകളിലേക്ക് മനസ്സ് സഞ്ചരിക്കുമ്പോൾ മുകളിലേക്ക് ശ്വാസത്തിലൂടെ, അത് പ്രത്യേക രീതിയിലാണ് ശ്വാസം, അത് ഗുരു കാണിച്ചു തരാതെ അതൊരിക്കലും പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കും ഗുരുവിൽ നിന്ന് കിട്ടിയാണ്. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഗുരുവിനെ അന്വേഷിച്ച് കണ്ടെത്തുക, അല്ലെ സമയമാകുമ്പോൾ ഗുരു നിങ്ങളുടെ മുന്നിൽ വരും. നല്ല ഗുരുവിനെ കണ്ടെത്തിയാൽ അത് പ്രയോജനമാകും. ഈ വിദ്യ തന്നെ പല രീതിയിൽ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന അനുസരിച്ചാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അതിൻ്റെ ഭാഗമായ ഒരു വിദ്യയാണ്. അപ്പം നിങ്ങളിത് ശരിയായിട്ടുള്ള വിദ്യ പഠിച്ചാൽ നിങ്ങളുടെ മുഖം കാണുമ്പോഴേ അറിയാം, അല്ലെ നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടോ, നിങ്ങളുടെ സംസാരം അല്ലെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അറിയാം. അല്ലാതെ എത്ര ചെയ്തിട്ടും കാര്യമില്ല. ഇത് ആദ്യം ഇത് പിന്നെ ഗുരുവിന്റെ അനുഗ്രഹത്താൽ, അതായത് ക്രിയാബാബാജിയുടെ ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താൽ നമുക്ക് പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും ഓരോരോ ജ്ഞാനം. ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ അറിവ്. നേരിട്ട് അവിടുന്ന് അനുഗ്രഹം കിട്ടി നമുക്ക് വേണ്ടത് തന്നുകൊണ്ടിരിക്കും. ഈശ്വരനെ കുറിച്ച് ഒക്കെ നമുക്ക് ആ ഒരു ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കും. ഈശ്വരീയമായ ഒരു വിദ്യയാണ്. അപ്പൊ ഞാൻ ആ വിദ്യയെക്കുറിച്ച് സാമാന്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ആജ്ഞ ഇവിടെ നിന്ന് സങ്കല്പിച്ചാൽ മതി. ഇപ്പൊ സാധാരണക്കാർ നമ്മളിപ്പോ ഇങ്ങനെ ഇവിടുന്ന് ഒരു വര വരച്ചാൽ ഇവിടുന്ന് ഒരു വര വരച്ചാൽ അകത്താണെന്നൊന്നും സങ്കല്പിക്കേണ്ട. സാധാരണ ആൾക്കാർ നമ്മൾ ഇവിടാണ് എന്ന് സങ്കല്പിക്കുക, അത് മതി. എന്നിട്ട് നിങ്ങളുടെ മണിപൂരക ചക്രം എന്ന് പറഞ്ഞാൽ നട്ടലിൽ തന്നെയാണ് നമ്മൾ ചക്രാസ് സങ്കല്പിക്കുന്നത്. നിങ്ങൾക്ക് ചക്രാസിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലെ പോലെ അടിച്ചു നോക്കിയാൽ മതി. മൂലാധാര ചക്ര നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്ത്, അതിന് തൊട്ട് മുകളിൽ സ്വാധിഷ്ഠാന ചക്രയ്ക്ക്
സ്വാധിഷ്ഠാന ചക്ര, അതിന് പിന്നെ സ്വാധിഷ്ഠാന ചക്രയ്ക്ക് മുകളിൽ, അതായത് പുക്കിൾക്കൊടിക്ക് മുകളിലായിട്ട്, ഇല്ല നട്ടലില്ല സങ്കല്പിക്കുന്നത്, മണിപൂരക ചക്ര, പിന്നെ ഹൃദയത്തിൽ അനാഹത ചക്ര, പിന്നെ തൊണ്ടക്കുഴിക്കുള്ളിൽ വിശുദ്ധി ചക്ര, എല്ലാം നട്ടലിന്റെ ആ ഭാഗമായിട്ട് നട്ടലിൽ തന്നെയാണ് സങ്കല്പിക്കുന്നത്. പിന്നെ ആജ്ഞാചക്ര. ആജ്ഞാചക്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ അകത്താണ് വരുന്നത്. ഇങ്ങനെ ഒരു വര വരച്ചാൽ, ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇതിന്റെ അകത്തായിട്ട് വരും ആജ്ഞാചക്ര. ആജ്ഞാചക്ര പിന്നെ ഇവിടെ സഹസ്രാരം, നമുക്കുണ്ടാകുന്ന അനുഭൂതി എന്നുള്ളതാണ്. അപ്പൊ ഈ ആജ്ഞാചക്രം അല്ലാതെ വേറെ ചക്രമുണ്ട്. ഒറിജിനൽ ക്രിയ എന്ന് പറഞ്ഞ ലാഹരി മഹാശയന്റെ ചില പിന്നെ അറിവ്, ലാഹരി മഹാശയൻ ഒറിജിനൽ ക്രിയയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിക്കും ആജ്ഞയല്ല, ആജ്ഞയല്ലാതെ വേറെ സ്ഥാനങ്ങളുണ്ട്. നിങ്ങളിപ്പം അതൊന്നും അറിയണ്ട, ഞാൻ ഈ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പൊ അത് ശരിയായിട്ട് വിദ്യ ചെയ്യുമ്പോഴാണ് ശരിയായിട്ട് അനുഭവം ഉണ്ടാകുന്നത്. ശരിയായിട്ട് ക്രിയായോഗം മനസ്സിലാക്കിയാൽ അത് മതി, എല്ലാം ഉണ്ടായി വരും. നമ്മളത് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞ് അത് അഭ്യസിച്ചു കഴിയുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം പരിപൂർണമാകും. അപ്പൊ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും നിങ്ങൾ മണിപൂരക ചക്രം മനസ്സിൽ സങ്കല്പിക്കണം. പൊക്കിൾക്കൊടിക്ക് മുകളിലായി നട്ടലിൽ തന്നെ സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് ഈ ആജ്ഞയെന്ന് ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം ഈ മണിപൂരകത്തിലേക്ക് വരുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാതിരിക്കാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. ഇനി ഒന്ന് ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓം ജപിക്കാം, അല്ലെങ്കിൽ ജപിക്കാതിരിക്കാം, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഒന്ന് ജപിക്കാതാണെങ്കിലും ചെയ്യാം. ഈ ആജ്ഞയെന്നൊരു സ്വർണ്ണ നിറമുള്ള പ്രകാശം മണിപൂര ചക്രത്തിലേക്ക് ചെല്ലുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ ഇത് വീണ്ടും ആജ്ഞയെന്നൊരു പ്രകാശം മണിപൂര ചക്രത്തിലേക്ക് ചെല്ലുന്നതായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെ താഴേന്ന് മേളിലോട്ട് സങ്കല്പിക്കേണ്ട, മേളിൽ താഴോട്ടും ഈ ആജ്ഞയെന്നൊരു മണിപൂര ചക്രത്തിലേക്ക് ഒരു സ്വർണ്ണപ്രകാശം പോകുന്നതായിട്ട് കണ്ണു തുറന്നോ കണ്ണടച്ചോ ചെയ്യാം, സങ്കല്പിക്കുക. ഇതൊരു ശ്വാസം എടുക്കുകയൊക്കെ വിടുകയും ചെയ്യാം. ഇതൊരു അല്പനേരം ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞു തരുന്ന വിദ്യ. ഇത് ക്രിയായോഗയുടെ ഭാഗമാണ്. എനിക്ക് എന്റെ ഗുരുനാഥനിലെ ആ ഒരു ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവുകളാണ് പറഞ്ഞു തരുന്നത്. പല ഗുരുക്കന്മാരും പല രീതികളും വ്യത്യാസം കാണും. അപ്പം ഇത് ക്രിയായോഗയ്ക്ക് ഭാഗമാണ്. നമ്മൾ ക്രിയായോഗ ചെയ്യുന്നതിന് മുമ്പ് ക്രിയായോഗയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു വിദ്യയാണിത്. അപ്പം ക്രിയായോഗ ചെയ്യുമ്പം ആദ്യം പ്രാണായാമമുണ്ട്, പിന്നെ അനുലോമ വിലോമ പ്രാണായാമമുണ്ട്, ആന്തരിക കുംഭകമുണ്ട്, ബഹിർകുംഭകമുണ്ട്, അതുപോലെ യോനിമുദ്രയുണ്ട്, അശ്വനി മുദ്രയുണ്ട്, മഹാമുദ്രയുണ്ട്, ഓം നമോ നാരായണ ജപമുണ്ട്, അവസാന ക്രിയായോഗം. ഇങ്ങനെയാണ് നമുക്ക് ആ ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ശ്വസന പദ്ധതിയാണ് ക്രിയായോഗയല്ല, അതിന്റെ ഭാഗമായിട്ടുള്ള. അപ്പൊ ഈ ഒരു വിദ്യയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മണിപൂരക ചക്രാസ് നല്ല ഒരു ഈശ്വരീയമായ ഒരു ശുദ്ധീകരണം ഉണ്ടാകും. ആജ്ഞ മണിപൂരകമായിട്ട് കണക്ഷൻ ഉണ്ടാകും. അപ്പൊ അത് നിങ്ങളുടെ മുകളിലേക്കുള്ള ചക്രാസിലേക്ക് ഒരു എനർജി പ്രവഹിക്കാൻ അത് കാരണമാകും. അപ്പൊ ഈ സ്വാധിഷ്ഠാനം മൂലാധാരം ഈ ചക്രാസ് ഒക്കെ കൂടുതലും നമ്മുടെ കർമ്മ ദോഷങ്ങളും മൃഗീയ വാസനകളും ഒക്കെ ഉണ്ട്. മുകളിലേക്കുള്ള ചക്രാസ് ഏകദേശം ഒരു മണിപൂരകം തൊട്ട് മുകളിലേക്കാണ് ആ ഉയർന്ന തലത്തിലുള്ള ഈശ്വരീയ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. അപ്പം ഈ മണിപൂരകം എന്ന് പറഞ്ഞാൽ സ്വാധിഷ്ഠാനം മൂലാധാരം സ്വാധിഷ്ഠാനം അത് കഴിഞ്ഞു വരുന്ന ചക്രമാണ് മണിപൂരകം. അപ്പം ഈ മണിപൂരകത്തില് ഒരു ആക്റ്റീവ് ആകുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്കൊരു ശ്രദ്ധ വരുമ്പോൾ മുകളിലേക്ക് പ്രാണൻ ആ ഊർജത്തിന്റെ സഞ്ചാരം ഉണ്ടാകും മുകളിലുള്ള ചക്രാസിലൂടെ. അപ്പൊ അത് ഉയർന്ന തരത്തിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ, ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ, ഈശ്വരനെ അറിയാൻ പറ്റുക. ഈ ചക്രാസ്, ഈ മണിപൂര ചക്രാസിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞുതരാം. എന്തുകൊണ്ട് മണിപൂരകത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ നിങ്ങൾക്കിപ്പോ ഒരു ഭയം ഉണ്ടായെന്ന് വിചാരിക്കാം. നിങ്ങൾ ചെറുപ്പത്തില് ഇപ്പം ഒരു വെള്ളത്തിൽ വീണ് പേടിച്ചു. ഈ ഭയം ശരിക്കും മണിപൂരകത്തിലാണ്. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും എല്ലാം മണിപൂരകത്തിലാണ്. ഈ മണിപൂരകത്തിൽ ഒരു ആക്റ്റീവ് ആകുമ്പോഴാണ് ഈ ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകൾ ഒക്കെ ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. ശരിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ആത്മീയമായ അനുഗ്രഹം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ അനുഭവിച്ച പല വിഷമങ്ങളും സങ്കടങ്ങളും ഈ ഭയവും ഒക്കെ അവിടെ ഇല്ലാതാകുകയാണ്. മണിപൂരകത്തിലെ എനർജി വളരെ കൂടുതലാണ്.
അപ്പൊ ഈ മണിപൂരകം ആക്റ്റീവ് ആകുമ്പോൾ ഇതിന് താഴെയുള്ള ചക്രാസിലേക്കും ശുദ്ധീകരിക്കപ്പെടും. കാരണം മണിപൂരകം എന്ന് വെച്ചാൽ ഈ അവിടുത്തെ ഒരു വളരെ ഉയർന്ന തരത്തിലുള്ള ഊർജമാണ്. അവിടെ പേര് മണിപൂരകം എന്ന് പേര് തന്നെ വന്നിരിക്കുന്നത്. മണി എന്ന് വെച്ചാൽ രത്നം, പുര എന്ന് വെച്ചാൽ കൊട്ടാരം. അപ്പം രത്നങ്ങൾ കൊണ്ടുള്ള കൊട്ടാരം എന്ന് വെച്ചാൽ ഊർജത്തിന്റെ അത്ര കൂടിയ ഊർജ്ജമുള്ള സ്ഥലമാണ് മണിപൂരകം. അപ്പൊ അവിടെ ഒരു ശ്രദ്ധ വരുമ്പോൾ താഴേക്കുള്ള ചക്രാസിലും ശുദ്ധീകരണം നടക്കും, മേലുള്ള ചക്രാസിലും ശുദ്ധീകരണം നടക്കും. മാത്രമല്ല ആജ്ഞ എന്നൊരു കണക്ഷൻ വരുമ്പോൾ മുകളിലേക്ക് ആ ഊർജം പ്രവഹിക്കും. അതാണ് അതിന്റെ ഒരു രഹസ്യം. മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, മനസ്സിന്റെ ചഞ്ചലത മാറും. ശ്രദ്ധിച്ച് കേട്ടോണം, മനസ്സ് സ്റ്റേബിൾ ആകും. സ്റ്റേബിൾ ആകുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിലെ ഭയം, ആശങ്ക, സംശയം, വിഷമം, വിദ്വേഷം, അസൂയ, കുശുമ്പ് ഇതെല്ലാം അങ്ങ് പോകും. അപ്പോഴാണ് ശരിക്കും നമുക്കൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. നമ്മൾ ഈശ്വരൻ അറിയാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ ഉണർത്തുമ്പോഴാണ് നിങ്ങൾ ആ ഈശ്വരബോധം ഉണ്ടായി തുടങ്ങുന്നത്. അത് വേറെ എങ്ങും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരബോധം. നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതും ആവശ്യം തന്നെ. അതോടൊപ്പം നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്, നിങ്ങളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്, ആത്മബോധം ഉണ്ടായി വരുന്നത്. ഈ ആത്മബോധം ഉണ്ടായി വരുന്ന ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് മണിപൂരക ചക്രത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല മണിപൂരക ചക്രത്തിലെ ശ്രദ്ധ വരുമ്പോൾ അറിവെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടായി വരും. ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് മാത്രമല്ല, അനുഭവം കൂടെ. നിങ്ങൾക്ക് അനുഭവത്തിലൂടെ പല കാര്യവും മനസ്സിലാവും. ശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശക്തി, മനസ്സ് സ്റ്റേബിൾ ആകും. മനസ്സിന്റെ ശക്തി, ഇച്ഛാശക്തി, വിൽ പവർ, അതാണ് ഏറ്റവും ജീവിതത്തിൽ മാറ്റിമറിക്കുന്നത്. അതുപോലെ തന്നെ ശാശ്വതമായ സന്തോഷം. ശാശ്വതമായ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ അനുഭവമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സന്തോഷം. ഇപ്പം ഞാനൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നു, കുറച്ചു നേരത്തേക്ക് സന്തോഷം കാണും. അത് കണ്ടിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് പോകും. പിന്നെ ആ സന്തോഷത്തിന് വേണ്ടി അടുത്ത എന്നെങ്കിലും കാര്യങ്ങളെ പുറകെ നടക്കുക. അതായത് നമ്മൾ ഓരോ ആഘോഷങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന സന്തോഷത്തിന് വേണ്ടിയാണ്. ഫെസ്റ്റിവൽസ് അല്ലെ നമ്മൾ ഓരോന്ന് സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുക. ആ സന്തോഷങ്ങൾ ഇപ്പോൾ ഡാൻസ് കണ്ടു, അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടു, അത് കഴിയുമ്പോൾ സന്തോഷം പോയി. എന്നാൽ ഈശ്വരീയമായ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം അതെന്നും നിലനിൽക്കുന്നതാണ്. അതിന് ഏറ്റക്കുറച്ചിലുകളില്ല, അത് കുറവുകൾ വരത്തില്ല. ഈ സന്തോഷത്തെ അന്വേഷിച്ചാണ് എല്ലാവരും ഓടി നടക്കുന്നത്. അവർക്ക് മറ്റുള്ളവരിൽ നിന്നൊന്നും ഇത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും സന്തോഷത്തെ അന്വേഷിച്ച് നടക്കുന്നത്. പല വിദ്യകൾ പഠിക്കുന്നു, പലരുടെ പുറകെ പോകുന്നു, പല എന്റർടൈൻമെന്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ എങ്കിലും സംതൃപ്തരെല്ലാവരും. പക്ഷേ ഈ വിദ്യ ചെയ്ത് ഉള്ളിൽ ലയിച്ചിരിക്കുന്നവൻ സംതൃപ്തനാണ്. കാരണം അവന് ശരിയായിട്ടുള്ള വിദ്യ കിട്ടിയത്. ശരിയായിട്ടുള്ള കാര്യം കിട്ടിയാൽ പിന്നെ ഒന്നിനെ അന്വേഷിക്കുന്നില്ല. നമ്മൾ ജീവിതം മുഴുവൻ അന്വേഷിക്കുന്നത് ശരിയായിട്ടുള്ള വേണ്ട കാര്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം മണിപൂരക ചക്രത്തിന് ശാശ്വതമായ സന്തോഷം, പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ബോധം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ബോധം, അത് ഈശ്വരാനുഭവമാണ്. പിന്നെ മണിപൂരക ചക്രത്തിന് സ്വർണ്ണ നിറത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രകാശം സങ്കല്പിച്ചാൽ അത് വളരെ അധികം നമുക്ക് ജീവിതത്തിലെ നമ്മൾ ഇത് നിത്യേന ചെയ്ത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തൊടുന്നതിലെല്ലാം വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് അപാരമായ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ആ നിമിഷം മുതൽ ശരിയായിട്ട് ചെയ്യുക. അപ്പം ദിവ്യമായ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഈ മണിപൂരക ചക്രത്തിലെ ദേവതയുണ്ട്, ലാകിനി എന്ന് പറയും, ദിവ്യമാത ലാകിനി. അപ്പോൾ ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും എന്ന് വേണ്ട, ഒരു നല്ല ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഈശ്വരീയമായ കാര്യമാണത്. ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്ന അല്ലെ ചുറ്റുമുള്ള ആ ലോകം പോലും മാറിപ്പോകും. കാരണം ഇവരിൽ അപാരമായ ഒരു ശക്തിയായിരിക്കും പ്രവഹിക്കുന്നത്. ഇത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ ഇല്ലാതാക്കും. ഇത് എത്ര തവണ വേണേലും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം, രാവിലെ ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം. ഇത് ഒരുപാട് നേരം ഇരുന്ന് ചെയ്യണമെന്നല്ല, അല്പം ഇപ്പോൾ 1 മിനിറ്റ് ചെയ്തു, അല്ല 1/2 മിനിറ്റ് ചെയ്തു, പിന്നെ കുറെ നേരം കഴിയുമ്പോൾ ചെയ്യാം. അങ്ങനെ ഇടവിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ എപ്പം വേണേലും കൂടുതൽ ചെയ്യുക.
ഇത് ചെയ്യുന്നതോടൊപ്പം അത് ലയിച്ചു ചെയ്യുക എന്നുള്ളതാണ്. എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. സത്യമായ സനാതനമായ വിദ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പുറകെ നടക്കാൻ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ജീവിക്കാൻ നിങ്ങൾ പൈസ താങ്ങുന്നു അല്ല ഞാൻ പറയുന്നത്. എനിക്ക് വീഡിയോ എന്തെല്ലാം വേറെ കാര്യങ്ങൾ പറയാം. ഇത് ഞാൻ ഒന്നിനും വേണ്ടിയല്ല പറയുന്നത്. ഞാൻ നിങ്ങൾക്കെല്ലാം ആ ഈശ്വരന്റെ അനുഭവം ഉണ്ടാകണം. നിങ്ങൾ സത്യവിദ്യ അറിയണം, സനാതനമായ വിദ്യ അറിയണം, മഹർഷീശ്വരന്മാർ ചെയ്തിരുന്ന സത്യവിദ്യ അറിയണം. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ശക്തി എന്നാണ്. അപ്പം നിങ്ങൾ ഇത്രയും നാളും ചെയ്തത് എന്താണ്, നിങ്ങൾ എന്തിൻ്റെയൊക്കെ പുറകെയാണ് നടന്നത്, അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അവിടെ ശരിയായിട്ടുള്ള കാര്യം അറിയുമ്പോഴാണല്ലോ ജീവിതം മാറുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബാബാജിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ക്രിയായോഗ കിട്ടും. നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് വരും. അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ട് ഇതിനെ കണക്ക് കൂട്ടാം. ഇത് ക്രിയായോഗയുടെ ഭാഗമായ ഒരു വിദ്യയാണ്. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ രാവിലെയല്ല രാത്രിയാണ് ഏറ്റവും നല്ലത്. രാത്രി നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കിടക്കപ്പായിരുന്നു വടക്കോട്ട് തിരിഞ്ഞിരുന്ന്, എല്ലാവരും ഉറങ്ങുമ്പോൾ ഇരുട്ടത്തിരുന്ന് അല്പനേരം വടക്കോട്ട് നോക്കി ഓം ക്രിയ ബാബാജി നമ പറയുക. ഓം ക്രിയ മാതാജി നമ. ക്രിയ മാതാജി എന്ന് പറഞ്ഞാൽ ബാബാജിയുടെ സഹോദരിയാണ്. ആ മാതാവും വലിയ യോഗിനി തന്നെയാണ്. ഈ വിദ്യ തന്നെയാണ്, ഈ വിദ്യയിലൂടെ തന്നെയാണ് ബാബാജി കൊടുത്ത എല്ലാവർക്കും. അപ്പം വടക്കോട്ട് നോക്കി രാത്രിയിൽ ഇരുട്ടത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വടക്കോട്ട് നോക്കി കിടക്കപ്പായിരുന്നു ഓം ക്രിയ ബാബാജി നമ എന്ന് പറയുക. അത് ഒരു 3 തവണയെങ്കിലും പറയാം. എന്നിട്ട് ബാബാജി ഞാൻ ഫോട്ടോ കാണിച്ചല്ലോ, മനസ്സിൽ അല്ലെ നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിച്ച് ആ പാദങ്ങളിൽ തൊഴുത് ബാബാജി അവിടുത്തെ കൃപ ഉണ്ടാകണേ, എന്നെ ജീവിതത്തിൽ നയിക്കണമേ, അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദി എന്ന് പറയുക. ഇത് തന്നെ ഓം ക്രിയ മാതാജി നമ ജപിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്തൊരു രഹസ്യമുണ്ട് കേട്ടോ. ഈ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഇതുപോലെ ഇരുട്ടത്തിരുന്ന് ക്രിയ മാതാജിയെയും ബാബാജിയെയും ക്രിയ മാതാജിയെയും വിളിച്ചാൽ അങ്ങനെയുള്ളവരെ ക്രിയ മാതാജി നയിക്കും. രഹസ്യവിദ്യ പറഞ്ഞിരുന്നത്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ക്രിയായോഗ അതിനെക്കുറിച്ചല്ലല്ലോ ഇയാൾ പറയുന്നത്, ഇയാൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദ്യയെക്കുറിച്ചല്ലേ പറയുന്നത്. പക്ഷെ ഇപ്പോൾ അത് പറയുന്നത് ക്രിയായോഗ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു രഹസ്യവിദ്യ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഞാൻ ക്രിയായോഗയല്ല പറഞ്ഞു തരുന്നത്. ആദ്യമേ അത് പറയുന്നുണ്ട്. ക്രിയായോഗയോട് ബന്ധപ്പെട്ട ഒരു വിദ്യ പറഞ്ഞു തരുന്നത് ആവശ്യമുള്ളവർ കാണാം. പക്ഷെ അത് കാണുന്നവർക്ക് ഞാൻ തരുന്നത് വലിയൊരു വിദ്യ തരുന്നത്. കാരണം ഇങ്ങനെ നിത്യേന വൈകുന്നപാട് രാത്രി ചെയ്താൽ അവരെ ക്രിയാ ബാബാജിയും അല്ലെങ്കിൽ ക്രിയാ മാതാജി ഇരുട്ടത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കും. അധികം നേരമൊന്നും വേണ്ട, അല്പനേരം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാം. ക്രിയാ മാതാജി അവർക്ക് വേണ്ടതെല്ലാം നൽകും. നിങ്ങൾക്ക് അർഹത ഉണ്ടായാൽ നിങ്ങളിലേക്ക് ക്രിയായോഗ എത്തും. അത് ഈ ജന്മമല്ല, വേറെ ജന്മമാണെങ്കിലും. അപ്പം കിട്ടാനുള്ള വിദ്യ കൂടി ഇതിനകത്ത് പറഞ്ഞു തന്നില്ലേ, അത് കൂടുതൽ വല്ലതും വേണം. അത് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടാനുള്ള മാർഗവും പറഞ്ഞു തന്നു. അത് വീഡിയോയുടെ അവസാനമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും കാര്യം പറഞ്ഞിട്ടേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല, ശരിയായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക്. അപ്പം ഇതൊക്കെയാണ് ശരിക്കുമുള്ള വിദ്യകൾ. ഇതൊക്കെയാണ് ശരിക്കുമുള്ള വിദ്യകൾ. ഇത് ശിവൻ ഈ ക്രിയായോഗ എന്ന് പറയാം. ക്രിയായോഗയെ കുറിച്ച് ഞാൻ പറയുന്നത്. ഇപ്പം ക്രിയായോഗ ശിവൻ ആ വിദ്യ ചെയ്യുന്ന വിദ്യ ഇത്. അത് ഋഷീശ്വരന്മാരുടെ കയ്യിൽ എത്രയോ വർഷങ്ങൾ അവരുടെ കയ്യിൽ അത് രഹസ്യമായിട്ടിരുന്ന വിദ്യയാണ്. ശിവന്റെ കാലം അനാദിയാണ്, ഭഗവാന് കാലമൊന്നുമില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വിദ്യ എത്ര മഹർഷിമാർ എത്ര യുഗങ്ങൾക്കപ്പുറത്തുള്ള വിദ്യയാണ്. ഇപ്പം വിദ്യയല്ല ഞാൻ പറഞ്ഞു തന്നത്, ആ ക്രിയായോഗ വിദ്യ കിട്ടാനുള്ള മാർഗവും ആ ക്രിയായോഗ വിദ്യയെക്കുറിച്ചുള്ള സാമാന്യ അറിവുകളും പറഞ്ഞു. പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തന്നു. പറഞ്ഞു മനസ്സിലായി. ഇത് നിങ്ങൾക്കെല്ലാം ഗുണം ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾ വരട്ടെ, സമാധാനം വരട്ടെ, ഈശ്വരനെ അറിയട്ടെ, നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഓരോ ചക്രാസിലും ആ ഒരു അനുഗ്രഹമുണ്ട്. ഈ മണിപ്പൂരകത്തിൽ തന്നെ ഈ രീതിയിൽ ഒരു ആക്ടിവേഷൻ നടക്കുമ്പോൾ
താഴെയുള്ള ചക്രാസും ശുദ്ധീകരിക്കപ്പെടും, മേലുള്ള ചക്രാസും ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധീകരിക്കപ്പെടും. മനസ്സിലായോ? മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം മാറും. അതാണ് ഞാൻ ഈ പറഞ്ഞു തന്ന വിദ്യ. അപ്പൊ ഇത് എല്ലാം ഞാൻ ആ ശിവനിൽ സമർപ്പിക്കുന്നു. എനിക്ക് വിദ്യ എന്ന സ്വാമി വിദ്യാനന്ദഗിരിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. മഹാഗുരു ക്രിയാ ബാബാജിയിൽ സമർപ്പിക്കുന്നു. ഈ ലാഹരി മഹാശയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഹൃദയവിശാലതയുള്ള ആളാണ്. ശരിക്കും ക്രിയായോഗയിലെ ഏറ്റവും വലിയ രഹസ്യം ലാഹരി മഹാശയനാണ് പറഞ്ഞിട്ടുള്ളത്, ഒറിജിനൽ ക്രിയയെക്കുറിച്ച്. പലരും ക്രിയായോഗ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒറിജിനൽ ക്രിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതറിയുന്നവൻ അതറിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അറിയുന്നല്ല, വർഷങ്ങളോളം അത് ചെയ്യാം, അതിനപ്പുറം വേറെ ഇല്ല. അത്ര ഹൃദയവിശാലതയുണ്ട് ലാഹരി മഹാശയന്. അദ്ദേഹമാണത് പറഞ്ഞിരിക്കുന്നത്, ആ രഹസ്യവിദ്യയെക്കുറിച്ച്. അദ്ദേഹത്തിന് കോടി 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 പ്രണാമം. അദ്ദേഹത്തിന്റെ ഗുരുവായ ബാബാജിക്ക് കോടി 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 പ്രണാമം. അദ്ദേഹത്തിന്റെ ശിഷ്യനായ യുക്തേശ്വരഗിരി കോടി കോടി പ്രണാമം. യുക്തേശ്വരഗിരിയുടെ ശിഷ്യനായ യോഗാനന്ദ പരമഹംസൻ, അദ്ദേഹം അമേരിക്കയിൽ വെച്ചാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന ഗ്രന്ഥം എഴുതുന്നത്. അതിന്റെ മലയാള തർജ്ജമ ഞാൻ DC നിന്നാണ് മേടിച്ചത്. അതിനകത്തെല്ലാം പറയുന്നുണ്ട് ഒരു യോഗിയുടെ ആത്മകഥ പുസ്തകം. അദ്ദേഹം യോഗാനന്ദ പരമഹംസ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ വിദ്യ കിട്ടിയത്. സാധാരണ ജനങ്ങളിലേക്ക് വന്നത് അദ്ദേഹത്തിൽ നിന്നാണ്, പല ഗുരുക്കന്മാരിലൂടെ കടന്ന്. അപ്പോൾ അദ്ദേഹത്തിന് കോടി 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 പ്രണാമം. ഇവരൊക്കെ ഈശ്വരന്മാർ തന്നെയാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഈശ്വരന്മാരാണ്. അവർക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. അവർക്കെല്ലാം പ്രണാമം, എല്ലാം അവരുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഗുരുക്കന്മാരോടും ഞാൻ ക്ഷമാപണം നടത്തുന്നു. നിങ്ങളോടും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഞാൻ പറയാൻ വല്ലതും പറഞ്ഞതിൽ തെറ്റുകളോ അല്ലെങ്കിൽ ഞാൻ വല്ലതും പറയാൻ മറന്നു പോയതിലോ ഞാൻ പരമാവധി എല്ലാം ശ്രദ്ധിച്ച് തന്നെയാണ് പറഞ്ഞത്. എങ്കിലും എന്തെങ്കിലും മനസ്സാവാച കർമ്മണ ഞാൻ ഈ വിദ്യ പറഞ്ഞു തരുമ്പോൾ, ഈ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മനുഷ്യനാണല്ലോ, ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പം പറയണമെന്നില്ല, ചിലപ്പോൾ പറയേണ്ട കാര്യം ചിലപ്പം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഗുരുക്കന്മാരോടും ഞാൻ ക്ഷമാപണം നടത്തുന്നു. കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമാപണം നടത്തുന്നു. ഞാൻ എന്നാലാകുന്ന രീതിയിൽ ഒരു നല്ല കാര്യം എന്ന നിലയിൽ പരമാവധി ഹൃദയശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും മനഃശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും പരമാവധി വിവരിച്ചു നല്ല രീതിയിൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈശ്വരന് നന്ദി, മഹത്വം. ഗുരുക്കന്മാർക്കും നന്ദി, മഹത്വം. അവരെല്ലാം പാദങ്ങൾ സ്മരിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇത് പ്രയോജനം ചെയ്യട്ടെ. ഇത് സത്യവിദ്യയാണ്, സനാതനമായ വിദ്യയാണ്, ശിവനിൽ നിന്ന് ആരംഭിക്കുന്ന വിദ്യയാണ്, സദാശിവനിൽ നിന്ന് പകർന്ന വിദ്യയാണ്. അപ്പം ഇതൊക്കെ എത്ര ക്ഷേത്രങ്ങളിൽ സഞ്ചരിച്ചാലും ഒന്നും കിട്ടുന്ന കാര്യങ്ങളല്ല. ഇത് തലേവരാന്നൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമാസിന്റെ ഗതി അനുസരിച്ച് നമ്മളിലേക്ക് വരത്തുള്ളൂ. എനിക്ക് 12 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് കിട്ടിയത്. അത് എൻ്റെ മുൻ ജന്മത്തിലെ അല്ലെ ജന്മങ്ങളിലെ ഞാൻ ചെയ്ത കാര്യങ്ങളുടെ ഒക്കെ ഒരു ബാക്കി പത്രമായിരിക്കാം. അതുപോലെ എനിക്ക് പല സമാധി സ്ഥലങ്ങളിൽ പോയി ധ്യാനിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഈശ്വരീയമായ പല അനുഭവങ്ങളും എന്നെ നയിക്കുന്നതും ആ ഗുരുക്കന്മാർ തന്നെയാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഗുരുവാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. വിദ്യ ചെയ്ത് നമ്മൾ വിദ്യ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഗുരു നമുക്ക് വേണ്ട ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കും. അത് ഗുരുകൃപയാണ്. അപ്പം ഗുരുചരണം ശരണം, ഗുരുവിന് മഹത്വം. ആ മഹാഗുരുക്കന്മാരെ എല്ലാം പ്രണമിക്കുന്നു. എല്ലാവരും നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നാലാകുന്ന രീതിയിൽ സത്യസന്ധമായി ഞാൻ പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഗുരുക്കന്മാരോടും മാപ്പി ചോദിക്കുന്നു, നിങ്ങളോടും മാപ്പി ചോദിക്കുന്നു, ഓരോരുത്തരോടും. എന്നാലാകുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശിവന്റെ പാദങ്ങളിലും മഹാഗുരുക്കന്മാരുടെ പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം.
ഞാൻ എല്ലാവർക്കും ഗുണമുണ്ടാകണം, എല്ലാവരും ഈശ്വരനെ അറിയണം, എല്ലാവരും നന്മയിലേക്ക് വരണം, എല്ലാവരുടെയും ജീവിതം മാറണം എന്ന ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവോഹം. ഓം ക്രിയ ബാബാജി നമ. ഓം ക്രിയ മാതാജി നമ. ഓം ലാഹരി മഹാശായ നമ. ഓം യുക്തേശ്വരഗിരി നമ. ഓം യോഗാനന്ദ പരമഹംസായ നമ. ഗുരു പരമ്പരയ്ക്ക് പ്രണാമം. ഗുരുചരണം ശരണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം.